നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ചും ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണ തീയതിയെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അത് അടുത്ത മാസങ്ങളിൽ അല്ലെങ്കിൽ പിറ്റത്തെ മാസങ്ങളിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അതിനെക്കുറിച്ച് സർക്കാർ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. നമുക്കറിയാം, അടുത്ത ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല. ബൈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവരുടെ പണം അക്കൗണ്ടിൽ എത്തുന്നത്. അതായത് 20-ാം തീയതിക്ക് ശേഷം അവരുടെ അക്കൗണ്ടിൽ പണം എത്തുന്നതാണ്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. 2025 മസ്റ്ററിങ് തുടങ്ങുകയാണ്. ജൂൺ 25-ാം തീയതി മുതലാണ് മസ്റ്ററിങ് തുടങ്ങുന്നത്. നമുക്കറിയാം, മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. 1 മാസമായിരിക്കും ഇതിന് കാലാവധി ഉണ്ടായിരിക്കുക. ഈ ഒരു മാസത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് നടത്തുന്ന ക്യാമ്പുകളിൽ നിന്നോ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടി വരും. അങ്ങനെ മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമാണ് 2025-26 സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇതിൽ പല ആളുകളും കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ പല ആളുകളും ചോദിച്ചൊരു ചോദ്യമാണ്, ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ എനിക്ക് മസ്റ്ററിങ്ങിൻ്റെ കാലാവധിയുണ്ട്, അവരിപ്പോൾ മസ്റ്ററിങ് ചെയ്യണമെന്നുള്ളത്. നിർബന്ധമായിട്ടും പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും മസ്റ്ററിങ് പൂർത്തിയാക്കണം. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു മസ്റ്ററിങ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം അത് ജൂൺ ജൂലൈ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ 2 മാസങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ മസ്റ്ററിങ് പൂർത്തിയാക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കാത്ത മറ്റൊരു വിഷയമാണ്, പല ആളുകൾക്കും 2 പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട്. ഇങ്ങനെ പെൻഷൻ അവർക്ക് അപ്രൂവൽ ആയിട്ടുണ്ട്, പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള ക്ഷേമനിധി ബോർഡുകൾ, ഒരുപാട് ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ഇപ്പോൾ 1.5 വർഷമായി ലഭിക്കാത്ത ക്ഷേമനിധി ബോർഡുകൾ പോലുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 2 പെൻഷൻ ഐ ഡി ഉണ്ടാകും. ഒന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന പെൻഷൻ ഐ ഡിയും അതുപോലെ തന്നെ മറ്റേത് ക്ഷേമനിധി ബോർഡിൽ ലഭിക്കുന്ന പെൻഷൻ ഐ ഡിയും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ 2 പ്രാവശ്യം മസ്റ്ററിങ് പൂർത്തിയാക്കണം. ആദ്യം അവർ ഏതെങ്കിലും ഒരു പെൻഷൻ ഐ ഡി എൻ്റർ ചെയ്ത് അവിടെ മസ്റ്ററിങ് പൂർത്തിയാക്കണം. അതിനുശേഷം മറ്റൊരു പെൻഷൻ കൂടി അവർ മസ്റ്ററിങ് പൂർത്തിയാക്കണം. ഇങ്ങനെയുള്ള ആളുകൾ ഇക്കാര്യം പ്രത്യേകം നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ പ്രത്യേകം പറയണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് അത് അറിയുകയുള്ളൂ. എനിക്ക് 2 രൂപത്തിലുള്ള പെൻഷൻ ലഭിക്കുന്ന കാര്യം അവർ പ്രത്യേകം നിങ്ങൾ പറയണം. 2 പ്രാവശ്യം നിങ്ങൾ ഫിംഗർ വെക്കുകയും ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന സംഭവമാണ്, പല ആളുകൾക്കും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയപ്പോൾ അത് ആധാർ കാർഡിലെ പ്രശ്നങ്ങൾ മൂലമാണ്. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് അവരുടെ ഫിംഗർ പ്രിൻ്റ് വരുന്നില്ല. അതല്ലെങ്കിൽ അവരുടെ പേരും പെൻഷൻ ഐ ഡിയിലെ പേരും 2 രൂപത്തിലുള്ള പേരായതുകൊണ്ട് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ബുദ്ധിമുട്ടായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പെൻഷൻ ഐ ഡിയിലെയും അതുപോലെ തന്നെ നമ്മുടെ ആധാറിലെയും പേര് സെയിമാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തൊന്നും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അത് ചെയ്തു വെക്കുക. എങ്കിൽ മാത്രമായിരിക്കും മസ്റ്ററിങ് ചെയ്യുന്ന സമയങ്ങളിൽ അവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവസാന മാസത്തിലായിരുന്നു നമ്മുടെ റേഷൻ കാർഡ് മസ്റ്ററിങ്. അന്ന് ഒരുപാട് ആളുകൾക്ക് അന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അവരെല്ലാം ഇതേ കാരണം കൊണ്ടാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ എന്തെങ്കിലും രൂപത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ അവർ തിരുത്തുക. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷ വാർത്തയാണ് പെൻഷൻ 1750 രൂപ ലഭിക്കുമെന്നുള്ളത്. അതിനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു വിവരവും ഇല്ലെങ്കിൽ പോലും സർക്കാർ തലത്തിൽ അങ്ങനെ തീരുമാനം നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ബൈ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ 6 മാസങ്ങൾക്കപ്പുറം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ്. അത് 2 മാസങ്ങൾക്കപ്പുറം നിയമസഭ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇലക്ഷന് മുമ്പ് പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. 1700 രൂപ അല്ലെങ്കിൽ 1750 രൂപ ആയിരിക്കും അവർക്ക് ലഭിക്കുക. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.